നമ്മൾ കേൾക്കാൻ പോകുന്ന കഥ ഭാരത കഥാമൃതം മഹാഭാരത സംഗ്രഹം. കടപ്പാട് ശ്രീ സായി പബ്ലിക്കേഷൻസ്, പാൽക്കുളങ്ങര. അപ്പോൾ കഥയിൽ ചോദ്യമില്ല. നമ്മൾ കേൾക്കാൻ പോകുന്ന കഥ യയാതി. അപ്പോൾ നമുക്ക് കേൾക്കാം. ബ്രഹ്മപുത്രനായ ദക്ഷ പ്രജാപതിക്ക് 60 പെൺമക്കളുണ്ടായിരുന്നു. മരീചിപുത്രനായ കശ്യപൻ 13 പെൺകുട്ടികളെ വിവാഹം കഴിച്ചു. അവരിൽ അതിഥിയുടെ പുത്രനാണ് ആദിത്യൻ അഥവാ സൂര്യൻ. ആദിത്യപുത്രനായ മനുവാണ് ആദി പിതാവ്. മനുവിന് ഇളൻ എന്നൊരു പുത്രനുണ്ടായി. ഇളൻ പിന്നീട് സ്ത്രീയായി തീർന്നു. അപ്പോൾ ഇള എന്ന പേര് സ്വീകരിച്ചു. ചന്ദ്രപുത്രനായ ബുധൻ ഇളയെ വിവാഹം ചെയ്തു. ബുധന് ഇളയിൽ ജനിച്ച പുരൂരവസാണ് ചന്ദ്രവംശ സ്ഥാപകൻ. ഇദ്ദേഹം ദേവസുന്ദരിയായ ഉർവശിയെ വിവാഹം ചെയ്തു. അവർക്ക് 6 സന്താനങ്ങൾ ഉണ്ടായി. അവരിൽ രണ്ടാമനായ ജയന്റെ സന്തതി പരമ്പരയിൽപ്പെട്ടയാളാണ് വിശ്വാമിത്രൻ. വിശ്വാമിത്രന്റെ സഹോദരിയായ സത്യവതിയുടെ പുത്രനാണ് ജമദഗ്നി മഹർഷി. ജമദഗ്നിയുടെ പുത്രനാണ് പരശുരാമൻ. പുരൂരവസിന്റെ സീമന്തപുത്രനായ ആയുസിന്റെ ആത്മജനായി നഹുഷൻ എന്നൊരു രാജാവുണ്ടായിരുന്നു. നഹുഷൻ ത്രിഭുവനങ്ങളും പിടിച്ചടക്കിയ വീരപരാക്രമിയായിരുന്നു. അദ്ദേഹത്തിൻ്റെ ദ്വിതീയ പുത്രനാണ് യയാതി. നഹുഷന്റെ മരണശേഷം യയാതി രാജഭാരമേറ്റു. യയാതി ഒരിക്കൽ മൃഗയാ വിനോദത്തിന് വനത്തിലെത്തി. വിജനമായ വനത്തിൽ ഒരു പൊട്ടക്കിണറ്റിൽ നിന്നൊരു സ്ത്രീയുടെ വിലാപം കേട്ട് അതുവഴി ചെന്നു യൗവനയുക്തയും സുന്ദരിയുമായ ഒരു സ്ത്രീ പൂർണ്ണ നഗ്നയായി കിണറ്റിനുള്ളിൽ കിടക്കുന്നത് കണ്ടു. അദ്ദേഹം വസ്ത്രങ്ങൾ കൂട്ടിക്കെട്ടി കിണറ്റിനുള്ളിലേക്ക് ഇട്ടുകൊടുത്തു. അവൾ അതിൽ പിടിച്ച് മുകളിലെത്തിയപ്പോൾ രാജാവ് കരം കൊടുത്ത് അവളെ കരയ്ക്ക് കയറ്റി. നഗ്നത മറയ്ക്കാൻ തൻ്റെ വസ്ത്രഭാഗവും നൽകി. രാജാവ് നൽകിയ വസ്ത്രം ധരിച്ച് അവൾ നാണം മറച്ചുകൊണ്ട് നിന്നു. ലജ്ജാമുഖിയായി നിന്ന ആ സുന്ദരിയോട് അവൾ ആരെന്നും എങ്ങനെ കിണറ്റിലകപ്പെട്ടു എന്നും അദ്ദേഹം ആരാഞ്ഞു. അവൾ ആ കഥ പറഞ്ഞു. അസുരന്മാരുടെ കുലഗുരുവായ ശുക്രാചാര്യരുടെ ഏക സന്താനമായിരുന്നു ദേവയാനി. അസുര സാമ്രാട്ടായ വൃക്ഷപർവാവിൻ്റെ രാജധാനിക്കടുത്തായിരുന്നു ആചാര്യൻ്റെ ആശ്രമം. വൃക്ഷപർവാവിന് ഒരു പുത്രിയുണ്ടായിരുന്നു, ശർമ്മിഷ്ഠ. സമപ്രായക്കാരായിരുന്ന ദേവയാനിയും ശർമ്മിഷ്ഠയും കുട്ടിക്കാലം മുതലേ കൂട്ടുകാരായിരുന്നു. അന്നും പതിവ് പോലെ ദേവയാനിയും ശർമ്മിഷ്ഠയും ഒരുമിച്ച് കാട്ടുചോലയിൽ നീരാടാൻ പോയി. ഏകാന്ത സുന്ദരമായ ആ പുഴക്കരയിൽ വസ്ത്രങ്ങളെല്ലാം അഴിച്ചു വെച്ച് അവർ പുഴയിൽ കുളിച്ചു കളിച്ചു. അപ്പോൾ അകലെ കാടുകൾ ഇളക്കി കാട്ടുജന്തുക്കളെ ഓട്ടിച്ചുകൊണ്ട് ഏതോ രാജാവും കൂട്ടരും വേട്ടയാടി വരുന്നത് കണ്ടു. പൂർണ്ണ നഗ്നകളായ ദേവയാനിയും ശർമ്മിഷ്ഠയും ധൃതിയിൽ കരയ്ക്ക് കയറി. പൊടുന്നനെയുണ്ടായ കാറ്റിൽപ്പെട്ട് വസ്ത്രങ്ങൾ പറന്നുപോയി. ഓടിയെത്തുന്ന രാജാവ് തങ്ങളെ നഗ്നരായി കണ്ടെങ്കിലോ എന്ന് പേടിച്ച് അവർ കയ്യിൽ കിട്ടിയ വസ്ത്രങ്ങൾ അണിഞ്ഞു. ധൃതിക്കിടയിൽ അന്യോന്യം വസ്ത്രങ്ങൾ മാറി ധരിക്കാൻ ഇടയായി. രാജകന്യകയായ ശർമ്മിഷ്ഠയുടെ വില കൂടിയ വസ്ത്രങ്ങൾ ദേവയാനി ധരിച്ചിരിക്കുന്നത് കണ്ടപ്പോൾ ശർമ്മിഷ്ഠയ്ക്ക് ദേഷ്യം വന്നു. അവൾ ദേവയാനിയെ കണക്കിലേറെ അവഹേളിക്കുകയും ശകാരിക്കുകയും ചെയ്തു. അറിയാതെ പറ്റിപ്പോയതാണെന്ന ദേവയാനിയുടെ സമാധാനമൊന്നും ശർമ്മിഷ്ഠയെ സംതൃപ്തയാക്കിയില്ല. ഒടുവിൽ രണ്ടുപേരും കൂടി കലഹമായി. കലഹത്തിനിടയിൽ ശർമ്മിഷ്ഠ ദേവയാനി ധരിച്ചിരുന്ന വസ്ത്രങ്ങൾ പിടിച്ചുരിഞ്ഞ് അവളെ നഗ്നയാക്കി. മൽപ്പിടുത്തത്തിനിടയിൽ ശർമ്മിഷ്ഠ ദേവയാനിയെ ഒരു പൊട്ടക്കിണറ്റിലേക്ക് തള്ളിയിടുകയും ചെയ്തു. അശരണയായി കിണറ്റിനുള്ളിലേക്ക് എറിയപ്പെട്ട ദേവയാനിയാണ് യയാതി കരം കൊടുത്ത് കയറ്റിയതും വസ്ത്രങ്ങൾ നൽകി ബഹുമാനിച്ചതും. തൻ്റെ നഗ്ന സൗന്ദര്യം ആദ്യമായി കണ്ട യുവകോമളനായ രാജാവിൽ ദേവയാനി അനുരക്തയായി. അവൾ അദ്ദേഹത്തോട് പ്രേമപൂർവ്വം അപേക്ഷിച്ചു, അവിടുന്ന് എന്നെ വിവാഹം കഴിക്കണം. ബ്രാഹ്മണ കന്യയായ ദേവയാനിയെ ക്ഷത്രിയനായ താൻ വിവാഹം കഴിക്കുന്നത് വിധിപ്രകാരം ശരിയല്ലെന്ന് യയാതി പറഞ്ഞു. ദേവയാനി നിർബന്ധിച്ചപ്പോൾ യയാതി അവളെ സമാധാനിപ്പിച്ചു. നിന്റെ പിതാവായ ശുക്രാചാര്യൻ നമ്മുടെ വിവാഹത്തിന് സമ്മതിക്കുമെങ്കിൽ ഞാൻ നിന്നെ വിവാഹം ചെയ്തു കൊള്ളാം. ഉടനെ മടങ്ങി വന്നു കൊള്ളാമെന്ന് പറഞ്ഞ് യയാതി മടങ്ങി. ദേവയാനി ശർമ്മിഷ്ഠയോടുള്ള വാശിയിൽ ആശ്രമത്തിലേക്ക് മടങ്ങാതെ ഒരു മരച്ചുവട്ടിലിരുന്നു. ദേവയാനി ശർമ്മിഷ്ഠയോടുള്ള വാശിയിൽ ആശ്രമത്തിലേക്ക് മടങ്ങാതെ ഒരു മരച്ചുവട്ടിലിരുന്നു. കുളിക്കാൻ പോയ പ്രിയ പുത്രിയെ കാണാഞ്ഞ് ആചാര്യൻ
അന്വേഷിക്കുവാൻ ധാത്രിയെ അയച്ചു. ധാത്രിയോട് അവൾ പറഞ്ഞു, ഇനി ഞാൻ ആശ്രമത്തിലേക്ക് വരുന്നില്ല. അവളുടെ അടിമയായി കഴിയുവാൻ എനിക്ക് വയ്യ. ശുക്രാചാര്യൻ മകളെ തേടിയെത്തി. അച്ഛാ, ശർമ്മിഷ്ഠ അച്ഛനെയും എന്നെയും അപമാനിച്ചു. അവളുടെ അച്ഛൻ്റെ അടിമകളാണ് നാമെന്ന് പറഞ്ഞു എന്നെ പൂർണ്ണ നഗ്നയാക്കി കിണറ്റിൽ തള്ളി. അവരുടെ ആശ്രയത്തിൽ കഴിഞ്ഞുകൂടാൻ ഇനി ഞാൻ വരുന്നില്ല. കോപാക്രാന്തനായ ശുക്രാചാര്യർ വൃഷപർവാവിനെ കണ്ട് ശർമ്മിഷ്ഠയുടെ ധിക്കാരത്തെക്കുറിച്ച് പരാതിപ്പെട്ടു. രാജാവ് പരിഭ്രമിച്ചു. തൻ്റെയും തൻ്റെ വംശത്തിൻ്റെയും രക്ഷകനായ മുനിയെ പിണക്കാൻ പാടില്ല. എന്ത് ത്യാഗം ചെയ്തും ആചാര്യനെ പ്രീതിപ്പെടുത്തണം. രാജാവ് ദേവയാനിയെ കണ്ട് പുത്രിയുടെ തെറ്റിന് മാപ്പപേക്ഷിച്ചു. കോപിഷ്ഠയായ ദേവയാനി ഇപ്രകാരം ആവശ്യപ്പെട്ടു, ശർമ്മിഷ്ഠ ബ്രഹ്മചര്യം അനുഷ്ഠിച്ചുകൊണ്ട് ജീവിതം മുഴുവനും എൻ്റെ ദാസിയായി കഴിയണം. ഗത്യന്തരമില്ലാതെ വൃഷപർവാവ് ദേവയാനിയുടെ വ്യവസ്ഥ അംഗീകരിച്ചു. രാജകുമാരിയായ ശർമ്മിഷ്ഠ ദേവയാനിയുടെ തോഴിയായി അവളെ പരിചരിച്ചു കഴിഞ്ഞു. ഒരു ദിവസം ആശ്രമ പ്രാന്തത്തിലെ പുൽത്തകിടിയിൽ ശർമ്മിഷ്ഠയുടെ മടിയിൽ കാലുവെച്ചുകൊണ്ട് ദേവയാനി കിടക്കുകയായിരുന്നു. അപ്രതീക്ഷിതമായി യയാതി കടന്നു വന്നു. രാജാവിനെ കണ്ട് യുവതികൾ ആചാരപൂർവ്വം എണീറ്റു നിന്നു. ആശ്രമത്തിനടുത്ത് ആ ലൗകിക സൗന്ദര്യധാമങ്ങളെ കണ്ട് അവരാരാണെന്നും എന്തിനിവിടെ വന്നുവെന്നും രാജാവ് അന്വേഷിച്ചു. ദേവയാനിക്ക് യയാതിയെ മനസ്സിലായി. അവൾ സങ്കോചത്തോടെ പറഞ്ഞു, പണ്ട് അങ്ങ് ഒരു കിണറ്റിൽ നിന്ന് കരയ്ക്ക് കയറ്റിയ ദേവയാനിയാണ് ഞാൻ. ഇവൾ എൻ്റെ ദാസി ശർമ്മിഷ്ഠയും. യയാതി കഴിഞ്ഞ കഥകൾ ഓർമ്മിച്ചു. കുറ്റബോധത്തോടെ അദ്ദേഹം പറഞ്ഞു, ഞാൻ നൽകിയ വാഗ്ദാനത്തെക്കുറിച്ച് എനിക്ക് ഓർമ്മയുണ്ട്. എന്നാൽ ആചാരമര്യാദകളെ ഞാൻ ബഹുമാനിക്കുന്നു. പതിതയെയും പരഭാര്യയെയും സഹോദരിയെയും പുത്രഭാര്യയെയും രക്തബന്ധമുള്ളവരെയും പരിഗ്രഹിക്കാൻ പാടില്ലെന്നാണ് വിധി. അതുപോലെ തന്നെ ഉന്നത കുലജാതയായ സ്ത്രീയെ നീചജാതിയിൽപ്പെട്ട പുരുഷൻ വിവാഹം ചെയ്തുകൂടെന്നും പ്രമാണമുണ്ട്. നീ ഒരു ബ്രാഹ്മണ കന്യക, ഞാൻ ഒരു ക്ഷത്രിയൻ. അപ്പോഴേക്കും ശുക്രാചാര്യർ അവിടെ എത്തി. ദേവയാനിയും യയാതിയും തമ്മിലുള്ള വിവാഹം നിഷിദ്ധമല്ലെന്നും ശുക്രാചാര്യർ വിധിച്ചു. അന്യോന്യ അനുരാഗബദ്ധരായ സ്ത്രീ പുരുഷന്മാർ തമ്മിൽ വിവാദരാകുന്നത് ഉച്ചനീചിത്വം ബാധകമല്ലെന്ന് അദ്ദേഹം ന്യായപൂർവ്വം വിധിച്ചു. യയാതിയും ദേവയാനിയും തമ്മിലുള്ള വിവാഹം നടന്നു. യയാതി ദേവയാനിയെയും കൂട്ടി കൊട്ടാരത്തിലേക്ക് മടങ്ങുമ്പോൾ ശുക്രാചാര്യർ രാജാവിനോട് പറഞ്ഞു, ദേവയാനിയെ വേദനിപ്പിക്കരുത്. അവളുടെ തോഴിയായ ശർമ്മിഷ്ഠയുമായി ഒരിക്കലും ബന്ധപ്പെടരുത്. രാജകന്യകയും സുന്ദരിയുമായ ശർമ്മിഷ്ഠയിൽ യയാതി ആസക്തനാകാതിരിക്കുവാൻ വേണ്ടി ആചാര്യർ ഒരു മുന്നറിയിപ്പ് നൽകി. ശർമ്മിഷ്ഠയുമായി നീ ബന്ധപ്പെട്ടാൽ നിന്നെ ഞാൻ ശപിക്കും, ഓർമ്മയിരിക്കട്ടെ. ദേവയാനി കൊട്ടാരത്തിലെത്തി പട്ടമഹിഷിയായി സുഖസൗകര്യങ്ങളോടെ കഴിഞ്ഞു. ശർമ്മിഷ്ഠയെ പ്രത്യേകം ഒരിടത്ത് താമസിപ്പിച്ചു. അവൾ രാജാവിൻ്റെ മുന്നിൽ പ്രത്യക്ഷപ്പെടാതിരിക്കാൻ വേണ്ട ഏർപ്പാടുകൾ ദേവയാനി ചെയ്തു. ദേവയാനിക്ക് യദുവെന്നും തുർവസ് എന്നും 2 പുത്രന്മാരുണ്ടായി. യദുവിൻ്റെ വംശപരമ്പരയാണ് യദുവംശം. കാലം കുറെ കഴിഞ്ഞു. ശർമ്മിഷ്ഠ യുവസഹജമായ അഭിലാഷങ്ങൾ കടിച്ചമർത്തി അഭിശപ്തമായ തൻ്റെ ജീവിതത്തെ പഴിച്ചുകൊണ്ട് ജീവിച്ചു. ഒരിക്കൽ ഋതുസ്നാനം കഴിഞ്ഞ് തണലിൽ വിശ്രമിക്കെ യയാതി അവളെ കണ്ടു. അവളുടെ സൗന്ദര്യധാരണയിൽ ആകൃഷ്ടനായി. യയാതി സ്വയം മറന്നു നിന്നു. തൻ്റെ ചിരകാല അഭിലാഷം സാധിതപ്രായമായ സന്തോഷത്തോടെ ശർമ്മിഷ്ഠ രാജാവിനെ സ്വീകരിച്ചു. യയാതി ശുക്രാചാര്യയുടെ ശാപത്തെ ഭയന്ന് ഇത് കർത്തവ്യമൂഢനായി നിൽക്കെ ശർമ്മിഷ്ഠ ഇപ്രകാരം പറഞ്ഞു, രാജാവേ, അങ്ങയുടെ അഭിലാഷവും ദുഃഖവും ഞാൻ മനസ്സിലാക്കുന്നു. വിനോദത്തിലും ജീവാപായത്തിലും ധനനാശത്തിലും ദുർയോഗങ്ങളിലും സ്ത്രീ വിഷയങ്ങളിലും അസത്യം പാപമല്ല. അതുകൊണ്ട് അങ്ങ് എന്നെ പ്രാപിക്കുവാൻ ഒട്ടും ഭയപ്പെടേണ്ട. അങ്ങനെ യയാതി ശർമ്മിഷ്ഠയിൽ ഒരു പുത്രനുണ്ടായി. ഒരു ദിവസം ദേവയാനി ആ ബാലനെ കണ്ട് അവൻ ആരെന്ന് തിരക്കി. ശർമ്മിഷ്ഠ ഒരു കഥ പറഞ്ഞു. ഒരു നാൾ ഞാൻ ഒരു ഗന്ധർവനെ സ്വപ്നം കണ്ടു. അദ്ദേഹം സ്വപ്നത്തിൽ എൻ്റെ അരികിലെത്തി. അതിൻ്റെ ഫലമായി എനിക്കൊരു കുട്ടിയുണ്ടായി. അച്ഛൻ ആരെന്ന് പറയാനാവാത്ത ആ കുട്ടിയെ ആരുമറിയാതെ ഞാൻ വളർത്തി. ദേവയാനിക്ക് ശർമ്മിഷ്ഠയോട് സഹതാപം തോന്നി. അവൾ ഒന്നും ഉരിയാടിയില്ല. വീണ്ടും ശർമ്മിഷ്ഠ 2 പുത്രന്മാരെ കൂടി പ്രസവിച്ചു. അപ്പോഴേക്കും യയാതിയും ശർമ്മിഷ്ഠയുമായും തമ്മിലുള്ള രഹസ്യബന്ധത്തെക്കുറിച്ച് ദേവയാനി അറിഞ്ഞിരുന്നു.
ഒരിക്കൽ യയാതിയുമൊത്ത് ദേവയാനി ശർമ്മിഷ്ഠയുടെ കൊട്ടാരത്തിനടുത്തുള്ള ഉദ്യാനത്തിൽ പോയി. പെട്ടെന്ന് ദേവയാനി ശർമ്മിഷ്ഠയുടെ ഗൃഹത്തിലേക്ക് ചെന്നു. യയാതിയും അവളെ അനുഗമിച്ചു. അവിടെ കണ്ട കുട്ടികളോട് നിങ്ങളുടെ അച്ഛൻ എവിടെയാണെന്ന് ദേവയാനി ചോദിച്ചു. പിന്നാലെ നടന്നു വന്ന യയാതിയെ ചൂണ്ടിക്കാട്ടി കുട്ടികൾ പറഞ്ഞു, ഇതാണ് ഞങ്ങളുടെ അച്ഛൻ. ദേവയാനയുടെ സംശയം തീർന്നു. അവൾ കോപിഷ്ഠയായി. ഇനി നിങ്ങൾ ഒന്നിച്ച് ജീവിച്ചുകൊള്ളൂ, ഞാനിതാ പോകുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അവൾ അച്ഛൻ്റെ അടുത്തേക്ക് പോയി. യയാതി അവളെ പിന്തുടർന്നു. മാപ്പപേക്ഷിച്ചു. പക്ഷേ അവൾ കൂട്ടാക്കിയില്ല. വിവരമറിഞ്ഞ് ശുക്രാചാര്യർ യയാതിയെ ശപിച്ചു. ഭാര്യയിൽ സംതൃപ്തനാകാതെ പരസ്ത്രീയിൽ പ്രാപിക്കാൻ പ്രേരണ നൽകിയ നിന്റെ യൗവനം നശിച്ചു, നിനക്ക് വാർദ്ധക്യം അനുഭവിക്കട്ടെ. യയാതി കൂപ്പുകൈകളോടെ ശാപമോക്ഷത്തിനായി അപേക്ഷിച്ചുകൊണ്ട് പറഞ്ഞു, ഗുരു, ഞാൻ നിരപരാധിയാണ്. എന്നെ കാമിച്ച സ്ത്രീയെ ഞാൻ പരിഗ്രഹിച്ചത് പാപമല്ല. പോരെങ്കിൽ അങ്ങയുടെ മകൾക്ക് എന്നെ കുറ്റപ്പെടുത്താനുള്ള ധാർമ്മികമായ ശക്തിയുമില്ല. അവൾ കജൻ്റെ ഇഷ്ടകാമുകിയായിരുന്നു. കാമുകനാൽ പരിത്യജിക്കപ്പെട്ട അവളെ പട്ടമഹിഷിയാക്കിയതാണ് ഞാൻ ചെയ്ത അപരാധം. മുനിയുടെ കോപം അടങ്ങിയപ്പോൾ അദ്ദേഹം യയാതിക്ക് മോക്ഷം നൽകി. മഹാരാജാവേ, അങ്ങയുടെ പുത്രന്മാരിൽ ആരെങ്കിലും അങ്ങയുടെ വാർദ്ധക്യം ഏറ്റുവാങ്ങുമെങ്കിൽ വീണ്ടും അങ്ങേക്ക് യൗവനയുക്തനാവാൻ സാധിക്കും. യയാതി ദുഃഖിതനായി കൊട്ടാരത്തിലേക്ക് മടങ്ങി. ശുക്രാചാര്യർ ദേവയാനിയെ അവളുടെ അഹങ്കാരത്തിന് കുറ്റപ്പെടുത്തി യയാതിയോടൊപ്പം മടക്കി അയച്ചു. അവൾ കൊട്ടാരത്തിൽ ഏകാകിനിയായി കഴിഞ്ഞു. വൃദ്ധനായി മാറിയ യയാതിയെ ശർമ്മിഷ്ഠ ആദരപൂർവ്വം പരിചരിച്ചു. യയാതി മൂത്ത 4 പുത്രന്മാരെയും വിളിച്ചു തൻ്റെ വാർദ്ധക്യം സ്വീകരിച്ചുകൊണ്ട് പകരം അവരുടെ യൗവനം നൽകാമോ എന്ന് ചോദിച്ചു. അവരാരും അതിന് തയ്യാറായില്ല. അദ്ദേഹം നിരാശനായി. ഒരിക്കൽ ശർമ്മിഷ്ഠ ഇളയ പുത്രനായ പൂരുവിനോട് പറഞ്ഞു, അച്ഛനോട് സ്നേഹമില്ലാത്ത മൂത്ത 4 പുത്രന്മാരെയെ കുറിച്ചും സങ്കടപ്പെടുകയും ചെയ്തു. അച്ഛനു വേണ്ടി ത്യാഗം ചെയ്യുവാൻ സന്നദ്ധനായ ഒരു പുത്രൻ പോലും ഇല്ലാതെ പോയല്ലോ. എൻ്റെ കുട്ടിയെങ്കിലും അതിന് തയ്യാറാകുമെന്ന് ഞാൻ വിചാരിക്കുന്നു. യയാതിക്ക് ദേവയാനിയിൽ യദു, ധ്രുവാസ് എന്ന 2 പുത്രന്മാരും ശർമ്മിഷ്ഠയിൽ ദ്രുഹു, അനുദ്രുഹു, പൂരു എന്ന് 3 പുത്രന്മാരുമാണ് ഉണ്ടായിരുന്നത്. ഇളയ പുത്രനായിരുന്നു പൂരു. അമ്മ സങ്കടപ്പെടേണ്ട. അച്ഛനു വേണ്ടി എൻ്റെ ജീവൻ ബലികഴിക്കുവാൻ പോലും ഞാൻ സന്നദ്ധനാണ്. പൂരു പറഞ്ഞു. അമ്മ മകനെ മാറോട് ചേർത്ത് പലവുരു ചുംബിച്ചു അനുഗ്രഹിച്ചു. പൂരു നേരെ അച്ഛൻ്റെ അടുത്ത് ചെന്ന് നമസ്കരിച്ച് ഇപ്രകാരം അറിയിച്ചു, അച്ഛൻ്റെ വാർദ്ധക്യം ഏറ്റുവാങ്ങി എൻ്റെ യൗവനം അച്ഛന് സമർപ്പിക്കുവാനായി വന്നിരിക്കുകയാണ് ഞാൻ. സദയം സ്വീകരിച്ച് എന്നെ അനുഗ്രഹിച്ചയച്ചാലും. യയാതി മകൻ്റെ യൗവനം സ്വീകരിച്ചു, പൂരു അച്ഛൻ്റെ വാർദ്ധക്യവും. യയാതി വളരെക്കാലം സർവ്വസുഖങ്ങളും മതിയാവോളം അനുഭവിച്ചു വാണു. ഒടുവിൽ വിരക്തനായി പുരുവിൻ്റെ യൗവനം മടക്കിക്കൊടുത്തു. തൻ്റെ വാർദ്ധക്യം സ്വീകരിച്ചു വനവാസത്തിന് പുറപ്പെട്ടു. യയാതിക്ക് ശേഷം പൂരു സിംഹാസനാരോഹണം ചെയ്തു. ചന്ദ്രവംശത്തിലെ ഏറ്റവും ശ്രേഷ്ഠനായ രാജാവായിരുന്നു പൂരു. പൂരുവിൻ്റെ വംശപരമ്പരയാണ് പൂരുവംശം. അപ്പോൾ കഥ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടല്ലോ. അപ്പോൾ കഥ എല്ലാവരും ഷെയർ ചെയ്യുക. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്ത സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ഒരു ലൈക്ക് കൊടുക്കുക. നമസ്കാരം.